പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വാഴാനി ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇത് വെളിയിലേക്ക് പോകാനുള്ള സ്ഥലമാണ്. ഇതിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. പിന്നെ ആ കാണുന്നതാണ് ഒരു ഹോട്ടലാണ്. നോൺ വെജ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇവിടെയും ഒരു ഹോട്ടൽ കാണാനുണ്ട്. ജ്യൂസും ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. മാറ്റാനൊക്കെ നമുക്ക് ജ്യൂസൊക്കെ അവിടെ നിന്ന് കുടിക്കാം. പിന്നെ ഇതിപ്പോൾ വാഴാനി ഡാമിൻ്റെ മുകൾഭാഗമാണ്. അതിൻ്റെ ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് പോവാണ്. അതിൽ മെയിൻ ഗേറ്റ് ഓപ്പൺ അല്ല. അപ്പം നമുക്ക് സൈഡ് ഗേറ്റ് കൂടെ കയറാം കേട്ടോ. അത് എന്തൊക്കെ എഴുതിച്ചു. ഇത് വാഴാനി ഡാമിൽ മേയുന്നുണ്ട്. അവിടെ വെള്ളം വളരെ കുറവാണ്. ഡാമിൻ്റെ കൂടെ നടക്കാനായിട്ട് ഇങ്ങനെ പാതയുണ്ട്. ടാർ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെയുണ്ട് ഇവിടെ. അതേക്ക് പോകാം. കണ്ടോ, അത് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ അത്ര വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. എന്നാലും കുഴപ്പമില്ല. കുറച്ച് തന്നെ സമയമൊക്കെ കളയാൻ വേണ്ടി വന്നിരിക്കുകയൊക്കെ ചെയ്യും. അവിടെ കിടക്കുന്ന കാണാം. ഇതിപ്പോൾ ഒരു തൂക്കുപാലാണ്. ആടി കാണുന്നത് തൂക്കുപാലാണ്. അവിടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കാം. നല്ല പാറക്കെട്ടുണ്ട്. വെള്ളമില്ലാത്തത് കൊണ്ട് പാറയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വികലാംഗർക്കുള്ള ബാത്റൂം. ആ കാണുന്നത് ആ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത്. വികലാംഗർക്കുള്ള ഇതാണ്, ബാത്റൂമാണ്. ഇതാണ് മെയിൻ നമുക്ക് എല്ലാവർക്കുള്ള ബാത്റൂം. പ്രധാനത് പുരുഷന്മാർക്ക്, അതുപോലെ സ്ത്രീകൾക്ക്. കണ്ടോ, പുരുഷന്മാർ, സ്ത്രീകൾ. കുഴപ്പമില്ല, വലിയ ലംബൊന്നുമില്ല. ഇതൊരു ചെറിയ പാർക്കാണ്. ഇത് പാർക്കിൻ്റെ ഉൾവശമാണിത്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കുറച്ച് പേര് നടക്കാൻ വിചാരിച്ചു. ഇരിക്കാൻ ഇങ്ങനെ കസേരകളൊക്കെ കിട്ടും. ആ മുകളിൽ കാണുന്നതാണ് ഡാം. കുഴപ്പമില്ല, നല്ല സ്റ്റൈലും സ്ഥലമാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി സ്ഥലമാണ്. കണ്ടോ, ഒരുപാട് ഗാർഡൻ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. കുഴപ്പമില്ല.